കൈരളിയിൽ എനിക്ക് കൈരളിയിലെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. കൈരളിയിലെ ഡിസ്കഷൻസ് ഒക്കെ ഒന്നും ആ കാലത്തൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അന്ന് മുതലേ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ 2000-ലാണ് ഞാൻ ജോലി തുടങ്ങുന്നത്. ചർച്ചകളിലേക്ക് വരുന്ന അപ്പോഴല്ല എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും കൈരളിയിൽ നിന്ന് ഡിസ്കഷൻ ചെയ്തിരുന്നു, ന്യൂസ് ആൻഡ് വ്യൂസ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത ശേഷം ഇന്ത്യ വിഷനിൽ വരുന്നു. അവിടെ ഒരു വർഷമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മനോരമയിൽ 3 വർഷം ഉണ്ടായിരുന്നു. പിന്നെ റിപ്പോർട്ടർ തുടങ്ങുന്ന ഘട്ടത്തിൽ അതും അപ്പോൾ ഒരു പുതിയ ഒരു മാറ്റം ആയിരുന്നു ആ സമയത്തും. അപ്പോൾ അതിന്റെ ഭാഗമായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി തുടങ്ങിയപ്പോൾ അവിടെയാണ് കൂടുതൽ വർഷം, 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അറിയാലോ, ഒരു വർഷം മീഡിയ വൺ, അത് സംഭവബഹുലമായ ഒരു വർഷമായിരുന്നു. അതെ അതെ അതെ. ഈ നമ്മൾ ചില വാക്കുകൾ സ്റ്റൈൽ ബുക്ക് സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ അതിജീവിത എന്ന് പറഞ്ഞ വാക്ക് ഒരു പക്ഷേ ഈര എന്ന് പറയുന്ന വാക്കിന്റെ മാറ്റം വരുന്നു. ട്രാൻസ്ഫോർമേഷൻ ഒരു 10 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മീഡിയ അഡ്രസ്സ് ചെയ്യേണ്ട ചില വാക്കുകളുണ്ട്. അപ്പോൾ അവിഹിതം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് മാധ്യമങ്ങൾ പൊതുവിൽ ന്യൂസ് റൂമിൽ ഇരുന്ന് തന്നെ ഫിക്സ് ചെയ്യാണ്, ഇത് അവിഹിതമാണ്. ഈ അവിഹിതം എന്ന വാക്കിൽ തന്നെ ചില പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇത്തരം വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ നിന്നു പോകും. എങ്ങനെയാണ് നമ്മളത് വ്യാഖ്യാനിക്കേണ്ടത്? അവരുടെ ഇഷ്ടം എങ്ങനെയാണ് നമുക്ക് അവിഹിതമാകുന്നത് എന്ന് വ്യാഖ്യാനിക്കുക. ചിലരുടെ ഹിതം ബാക്കിയുള്ളവർക്ക് അവിഹിതമാകും. അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഞാൻ പലപ്പോഴും ന്യൂസ് റൂമിൽ ചില വാക്കുകൾ മാറ്റണമെന്ന് തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഹണി ട്രാപ്പ്. അത് പുരുഷൻ കെണി ഉണ്ടാക്കുമ്പോൾ അതിലൊരു തേൻകണി ആവുന്നില്ല, സ്ത്രീ ഉണ്ടാക്കുമ്പോഴാണ് തേൻകണി ആവുന്നത്. അതിൻ്റെ ഒരു പുതിയൊരു വാക്ക് കണ്ടെത്തണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ ആ വാക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പറ്റിച്ചു എന്നുള്ള മാത്രം എന്ന രീതിയിൽ വാചകം മനഃപൂർവ്വമാക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും വരുന്ന കോപ്പികളിൽ ചെറിയ വാക്ക് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് അതാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് പോകാറുണ്ട്. ഈ പറഞ്ഞതുപോലെ പല വാക്കുകളും അങ്ങനെ സ്ത്രീ വിരുദ്ധമായത്, പിന്നെ കാമുകൻ, കാമുകി, അത്തരം വാക്കുകളൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒഴിവാക്കി തുടങ്ങി അല്ലേ? അത് ഒഴിവാക്കി തുടങ്ങി. ആളുകൾക്ക് അതിലൊരു ശ്രദ്ധ വന്നിട്ടുണ്ട്. ജേർണലിസ്റ്റിൽ അത് ഗൗരവത്തിൽ തന്നെ അങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ എന്നുള്ളൊരു ആലോചനയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടി ഈ കാലത്ത് നടക്കുന്നുണ്ട്. ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാകാറുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ പക്ഷം പിടിച്ചു എന്നുള്ള ആരോപണമാണ്. അപ്പം ഇടത് ദേശാഭിമാനിയിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇടത് സ്വഭാവം ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വിമർശിച്ചേക്കാം. പക്ഷെ സ്മൃതി ഒരുപക്ഷെ ഇപ്പോഴും ഇടത് മനോഭാവമാണ് പുലർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്മൃതിയുടെ മനസ്സിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ എപ്പോഴും എന്താ പറയുക, ഈ പറഞ്ഞ ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ പറയുന്ന സോക്കോൾ പാർട്ടീസ് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴും ഇപ്പം നമുക്കറിയാം, വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞിട്ടേ യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ്സുകാരും പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അപ്പോൾ ഇടതുപക്ഷം എന്താണ് എന്നുള്ള ഡെഫിനിഷൻ അവരും മാറ്റിയിരിക്കുന്നു അല്ലേ? അപ്പം യഥാർത്ഥ ഇടതുപക്ഷമാകാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ചിലപ്പം തെറ്റിപ്പോകാറുണ്ട്.